എല്ലാവർക്കും നമസ്കാരം. ലളിത സഹസ്രനാമോപാസനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5 നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പഠിക്കുക. 64 മുതൽ 68 വരെ. ദേവർഷിഗണസംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിഭിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ആദ്യത്തേത് ദേവർഷി ഗണസംഘാത സ്തൂയമാനാത്മവൈഭവ. ഇവിടെ ദേവന്മാരുടെയും ഋഷിമാരുടെയും സംഘാതങ്ങളാൽ സ്തുതിക്കപ്പെടുമാറ് ആത്മവൈഭവങ്ങളോട് കൂടിയവൾ. വൈഭവം എന്ന് പറഞ്ഞാൽ ശക്തിവിശേഷമാണ്. അപ്പോൾ സ്വന്തം ശക്തിവിശേഷമാണ്. അവിടെ ദേവന്മാർക്കും ഋഷിമാർക്കും വേണ്ടി ഭണ്ഡാസുരനെ വേണ്ട പോലെ വധിക്കുവാൻ പോകുന്ന ആത്മവൈഭവത്തോടു കൂടിയവൾ എന്നാണ് നമ്മളിവിടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അടുത്ത നാമം പറയുമ്പോൾ അത് വ്യക്തമാവും. ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത. അടുത്തത് ഭണ്ഡാസുരൻ്റെ വധത്തിനായിട്ട് ഉദ്യുക്തരായ സന്നദ്ധരായ ശക്തിസേനകളോട് കൂടിയവൾ. നമ്മൾ ദേവകാര്യസമുദ്യത എന്ന 5-ാമത്തെ നാമം നമ്മൾ പറയുണ്ടായി. ദേവന്മാരുടെ അഭീഷ്ടസിദ്ധികൾക്കായി ഒരുമ്പെട്ടവൾ എന്ന് മുമ്പ് പറഞ്ഞ ആ നാമത്തെ നമ്മൾ ഓർക്കുക. അപ്പോൾ ദേവകാര്യത്തിന് വേണ്ടി ഒരുമ്പെട്ടവളാണ് ദേവി. ഭണ്ഡാസുരവധ ആണ് അതിൽ പ്രധാനം. രുദ്രകോപമാകുന്ന അഗ്നിയിൽ ദഹിച്ച ചുടുചാരത്തിൽ നിന്നാണ് ഭൂതഗണത്തിലെ പ്രമുഖനായ ചിത്രസേനനാൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അതിശക്തനായ അസുരനായിട്ട് മാറുകയാണ്. ഭണ്ഡ എന്ന് പറഞ്ഞാൽ അസൽ, നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ്. ബ്രഹ്മാവ് ആ രീതിയിൽ പ്രശംസിച്ചു എന്നാണ്. ആ കഠിന തപസ്സുകൊണ്ട് ശിവനെ പ്രത്യക്ഷീകരിച്ചു. അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ട എല്ലാ വരങ്ങളും സമ്പാദിച്ചു. എന്നിട്ട് അവൻ ദേവന്മാരെയും ഋഷിമാരെയും ആക്രമിക്കാൻ മുതിർന്നു. ഇതാണ് ആ കഥ. അപ്പോൾ അങ്ങനെ ഭണ്ഡാസുരനെ ത്രിപുര സുന്ദരി ഈ ദേവന്മാർ യാഗം നടത്തി. അവർ കഠിനമായ യാഗം, സ്വന്തം അവയവങ്ങളൊക്കെ ദഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാഗത്തിൽ നിന്ന് തീവ്രമായ ആ യാഗം, അതിലെ യാഗാഗ്നിയിൽ നിന്ന് ത്രിപുര സുന്ദരി ഉയർന്നു വന്നു. ദേവന്മാരും സപ്തർഷികളും നാരദരും മറ്റ് ദേവിയെ സ്തുതിച്ച് പ്രകീർത്തിച്ചു. ദേവി തൻ്റെ ശക്തിസേനയെ സജ്ജമാക്കി ഭണ്ഡാസുരനെ നേരിടാൻ സന്നദ്ധയായി. അതാണ് ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിത എന്ന് അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അടുത്തത് സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത. സമ്പത്കരീ ദേവതയാൽ വളരെ നല്ല രീതിയിൽ സമ്യക് നല്ല രീതിയിൽ ഉപവിഷ്ടയായ സിന്ധുരവ്രജത്താൽ സേവിക്കപ്പെട്ടവൾ. ആ ശക്തിസേനയെ വിവരിക്കുകയാണ്. സിന്ധുരം എന്ന് പറഞ്ഞാൽ ആന, വ്രജം സമൂഹം. സമ്പത്കരി എന്ന ദേവത തൻ്റെ നേതൃത്വത്തിൽ ആനപ്പടയെ സജ്ജമാക്കി ദേവിയെ പരിസേവിക്കുകയാണ്. അപ്പോൾ ഭണ്ഡാസുരവധത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ പറയുകയാണ്, സൃഷ്ടിക്കുകയാണ്. ദേവിയുടെ ആയുധങ്ങളിലൊന്നായ അങ്കുശത്തിൽ നിന്നു ഉയർകൊണ്ട ആ ദേവതയാണ് സമ്പത്കരീ എന്നുള്ളത്. അടുത്തത് അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിഭിരാവൃത. അശ്വാരൂഢശക്തിയാൽ അധിഷ്ഠിതമായ കോടി അശ്വങ്ങളാൽ ആവൃതയായവൾ. അശ്വാരൂഢ ദേവതമാർ ഓരോ കുതിരപ്പുറത്തും ഇരുപ്പുറപ്പിക്കുന്നു. അങ്ങനെയുള്ള അതാണ് അതിൻ്റെ തുരങ്കേഷു സ്ഥിരതാച്ച സാ
അശ്വാരൂഢേതി ഗീയതേ എന്നാണ് അവിടെ. അപ്പോൾ അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടി കോടിഭിരാവൃത എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തന്ത്രശാസ്ത്രപരമായിട്ടൊക്കെ വളരെ അർത്ഥമുള്ള ഒരു നാമാണ്. അടുത്തത് ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ചക്രരാജരഥം ഒരു രഥമാണ്, വളരെ വിശേഷപ്പെട്ട രഥമാണത്. 9 പടികളൊക്കെ ഉള്ളതാണ്, കൊടിപടങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. ആനന്ദം എന്ന് പറയുന്ന ഒരു കൊടിപടമായിട്ടുള്ള 9 തട്ടുകളോട് കൂടിയതാണ്. അങ്ങനെയുള്ള ആ ചക്രരാജരഥത്തിൽ ആരൂഢയായ സംഭരിക്കപ്പെട്ട എല്ലാവിധ ആയുധങ്ങളോടും കൂടി പരിശോഭിക്കുന്നവൾ എന്നർത്ഥം. അവിടെ വളരെയധികം വിസ്തൃതമായ വളരെ മഹത്തായിട്ടുള്ള ആ രഥത്തിൽ ഇരിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം.